പ്രിയ പ്രേക്ഷകരെ, കൈത്തഴമ്പിനാൽ ലോകത്തിൽ അതിജീവനത്തിൻ്റെ കഥ പറയുന്നവരാണ്, ചരിത്രം എഴുതുന്നവരാണ് എല്ലാ തൊഴിലാളികളും. ലോകത്തിൽ കഠിനാധ്വാനത്താൽ ചക്രവാളങ്ങൾ തീർക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും മെയ് 1 തൊഴിലാളി ദിനത്തിൻ്റെ ആശംസകൾ നേർന്നു. അതോടൊപ്പം ഇന്ന് യൗസേപ്പിതാവിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും യൗസേപ്പിതാവിലൂടെ ആ മാധ്യസ്ഥ തണലിൽ ഈശോയോട് ചേരുവാനും ഇന്ന് നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനായ ബ്രദർ ബേബി ജോൺ കലയന്താനിയാണ്. അദ്ദേഹത്തോടൊപ്പം തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നമ്മളെല്ലാം വിവിധ തലങ്ങളിൽ അധ്വാനത്തിൻ്റെ വഴിത്താരകളിൽ യാത്ര ചെയ്യുന്നവരാണ്. രാപകൽ അധ്വാനത്തിൻ്റെ വിയർപ്പും നൊമ്പരവും ആകുലതയും ഉത്കണ്ഠയും ഒക്കെ പേറുന്നവരാണ്. ഇവിടെ ഇതാ തൻ്റെ ജീവിതം മുഴുവൻ അനശ്വരമായ അപ്പത്തിനു വേണ്ടി, ആ അനശ്വരമായ അപ്പം ഈശോ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈശോയ്ക്കു വേണ്ടി ജീവിതം നൽകിയ ഒരു മഹനീയ വ്യക്തിത്വം, അതാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഇന്ന് മെയ് ദിനം തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവെന്ന ആ സ്നേഹദാതനെ നമ്മൾ വണങ്ങി വാഴ്ത്തുമ്പോൾ നമുക്ക് ഒരുമയോടെ തിരിച്ചറിയാം, 1889 13-ാം ലയോ മാർപ്പാപ്പ തിരുസഭയിൽ വിശുദ്ധ യൗസേപ്പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. 1955 മെയ് 1-ാം തീയതി ഈ യൗസേപ്പിതാവിൻ്റെ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഈ താതൻ്റെ തിരുനാൾ ഭക്തി ആഡംബരപൂർവം കൊണ്ടാടുവാൻ 12-ാം പീയൂസ് പാപ്പ പ്രഖ്യാപനം നൽകി. അങ്ങനെയെങ്കിൽ ഈ സുദിനം ഏറ്റവും മഹനീയമായി അവിടുത്തെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടി തിരുസഭയുടെ പാലകനെ, തൊഴിലാളികളുടെ മധ്യസ്ഥനെ നമുക്ക് വാഴ്ത്തി വണങ്ങാം. ഹൃദയപൂർവ്വം നമുക്ക് അവിടുത്തെ മഹത്വ കീർത്തനം പാടി ഏറെ സ്നേഹത്തോടെ ഈ തിരുനാൾ ഘോഷിക്കാം. തിരുക്കുടുംബനായകനേ, നിത്യം സഹായമേകണമേ, തിരുസഭയുടെ പാലകനേ, ഞങ്ങൾക്കഭയം നൽകണമേ. ലോകരക്ഷകൻ്റെ പരിപാലകനെക്കുറിച്ചുള്ള മനോഹരമായൊരു ഗാനമാണ്. നമുക്ക് ആ ഗാനം ഭക്തിപൂർവം കേൾക്കാം. ലോകരക്ഷകന്റെ പരിപാലകനെ യൗസേപ്പിതാവേ, അങ്ങേ വാഴ്ത്തിടാൻ എന്നും വണങ്ങിടാൻ പ്രിയ സുതരിവരണയുന്നു. ലോകരക്ഷകന്റെ പരിപാലകനെ യൗസേപ്പിതാവേ, അങ്ങേ വാഴ്ത്തിടാൻ എന്നും വണങ്ങിടാൻ പ്രിയ സുതരിവരണയുന്നു. തിരുക്കുടുംബനായകനേ, നിത്യം സഹായമേകണമേ, തിരുസഭയുടെ പാലകനേ, എന്നും അഭയം നൽകണമേ. ലോകരക്ഷകന്റെ
പരിപാലകനെ യൗസേപ്പിതാവേ, അങ്ങേ വാഴ്ത്തിടാൻ എന്നും വണങ്ങിടാൻ പ്രിയ സുതരി വരണയുന്നു. എത്രയോ മഹനീയമായ വിശേഷണങ്ങളാണ് വിശുദ്ധ പിതാവിനുള്ളത്. നമുക്ക് പാടി പ്രകീർത്തിക്കാം. പരിപാവനം നിൻ ജീവിതം, അതു ശ്രേഷ്ഠമോഹനം. പരിപാവനം നിൻ ജീവിതം, അതു ശ്രേഷ്ഠമോഹനം. ദൈവസന്നിധി അതിനിർമ്മലം, ദിവ്യശാന്തിദായകം. ദൈവസന്നിധി അതിനിർമ്മലം, ദിവ്യശാന്തിദായകം. തിരുക്കുടുംബനായകനേ, നിത്യം സഹായമേകണമേ. തിരുസഭയുടെ പാലകനേ, എന്നും അഭയം നൽകണമേ. ലോകരക്ഷകനെ സംരക്ഷിക്കാനായി വന്നവൻ. പ്രിയരെ, നമ്മുടെ ജീവിതവും ഈ സ്നേഹദാതന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഈശോയെ നന്മയിൽ വളർത്തി പരിശുദ്ധ അമ്മയ്ക്ക് കാവൽ നൽകി നമ്മുടെ ഔസേപ്പിതാവ്. നമുക്ക് പാടി വണങ്ങാം. അമ്മ മേരിയും സുതനേശുവും നിന്റെ സ്നേഹവാത്സല്യം. അമ്മ മേരിയും സുതനേശുവും നിന്റെ സ്നേഹവാത്സല്യം. ദിനം തോറുമേ നുകർന്നിടുവാൻ പകർന്നേകിയല്ലോ നീ. ദിനം തോറുമേ നുകർന്നിടുവാൻ പകർന്നേകിയല്ലോ നീ. തിരുക്കുടുംബനായകനേ, നിത്യം സഹായമേകണമേ. തിരുസഭയുടെ പാലകനേ, എന്നും അഭയം നൽകണമേ. ലോകരക്ഷകന്റെ പരിപാലകനെ യൗസേപ്പിതാവേ, അങ്ങേ വാഴ്ത്തിടാൻ എന്നും വണങ്ങിടാൻ പ്രിയ സുതരി വരണയുന്നു. പ്രിയ സുതരി വരണയുന്നു. പ്രിയ സുതരി വരണയുന്നു. നമ്മൾ ശ്രവിച്ചു. അമ്മ മേരിയും സുതനേശുവും നിന്റെ സ്നേഹവാത്സല്യം. ദിനം തോറുമേ നുകർന്നിടുവാൻ പകർന്നേകിയല്ലോ നീ. അതേ പ്രിയരെ, അമ്മ മേരിയും സുതനേശുവും ഓരോ ദിനവും ഈ അപ്പൻ്റെ സ്നേഹത്തണലിൽ ജീവിച്ചു. ആ തിരുക്കുടുംബത്തിന് ശക്തമായ സംരക്ഷണത്തിൻ്റെ തണൽ വീശി ഔസേപ്പിതാവ് നിലകൊണ്ടു. ആ ഔസേപ്പിതാവ് തിരുസഭയുടെ പാലകനാണ്. ഔസേപ്പിതാവ് തിരുസഭയുടെ പാലകനെങ്കിൽ ഗാർഹിക സഭയായ കുടുംബത്തിൻ്റെ പരിപാലകനും ഔസേപ്പിതാവ് തന്നെയാണ്. സ്വർഗം അങ്ങനെ ഔസേപ്പിതാവിനെ നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ
ഇന്ന് സഭ അല്ലെങ്കിൽ ഗാർഹിക സഭ അനേകം വെല്ലുവിളികൾ നേരിടുകയാണ്. ഒരുപാട് പ്രതികൂലതകൾ, തകർച്ചകൾ, ഒരുപക്ഷെ ബാലകൗമാര യൗവനങ്ങളൊക്കെ വഴിവിട്ടു പോകുന്ന, വഴിമാറിപ്പോകുന്ന ഭീകരമായ കാഴ്ചകളും അനുഭവങ്ങളും നമ്മൾ കാണുകയാണ്. അതേ പ്രിയരെ, അങ്ങനെയെങ്കിൽ തിരുസഭയുടെ പാലകനായ വിശുദ്ധ യൂസേപ്പ് പിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുമക്കളെ. ഒരുപക്ഷെ വഴിവിട്ടു പോകുന്ന മദ്യത്തിലും മയക്കുമരുന്നിലും സാത്താനീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയകളുടെ ദുരുപയോഗങ്ങളിലൊക്കെ അതേ പ്രിയരെ, നീതിയുടെയും വിവേകത്തിൻ്റെയും നിറവായ യൂസേപ്പ് പിതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായി നമ്മുടെ മക്കളും വളരും. നമുക്കറിയാമല്ലോ, അധ്വാനത്തിൻ്റെ മഹനീയത നമുക്ക് നൽകിയ മാതൃകയാണ് യൂസേപ്പ് പിതാവ്. അമ്മ മേരിയും സുതനേശുവും ഇതാ യൂസേപ്പ് പിതാവിൻ്റെ തണലിൽ വളർന്നുവെങ്കിൽ അവൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ചു ഈശോയ്ക്കും മാതാവിനും വേണ്ടി. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ, നമ്മുടെ അധ്വാനങ്ങളൊക്കെ നീതിയുടെയും ശാന്തതയുടെയും സൗമ്യതയുടെയും വിവേകത്തിൻ്റെയും വഴിത്തരയിലാകുവാൻ യൂസേപ്പ് പിതാവ് നമ്മളെ സഹായിക്കും. നമുക്കറിയാം, ഫ്രാൻസ് പാപ്പ പിതൃഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ നമ്മളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഭൂമിയിലെ നിഴലാണ് യൂസേപ്പ് പിതാവ്. അതെ, ദൈവപിതാവിനെ ഈശോ വിളിച്ചു അപ്പ എന്ന്, യൂസേപ്പ് പിതാവിനെയും വിളിച്ചു അപ്പ എന്ന്. അങ്ങനെയെങ്കിൽ യൂസേപ്പ് പിതാവിൻ്റെ സ്ഥാനം എത്രയോ ഉന്നതമാണ്. ദൈവം എത്രമാത്രം സ്നേഹത്തോടെ യൂസേപ്പ് പിതാവിനെ നമുക്കായി നൽകി. അതേ പ്രിയരെ, നമുക്കറിയാം, യൂസേപ്പ് പിതാവാണ് ഈശോ എന്ന്, അല്ലെ യേശു എന്ന് ആദ്യമായി പേരിട്ടവൻ. അപ്പോൾ യൂസേപ്പ് പിതാവ് നൽകിയ നാമമാണ് നമ്മൾ രക്ഷാനാമമായി ഉദ്ഘോഷിക്കുന്നത്. നമ്മൾ ഏറെ ഹൃദയസ്നേഹത്തോടെ യേശുവേ എന്ന് വിളിക്കുന്നത് യൂസേപ്പ് പിതാവ് നൽകിയ ആ നാമമാണ്. അതിൻ്റെയൊക്കെ മഹനീയതയുടെ ഉൾക്കാമ്പായി നിശബ്ദനായി ഈ അപ്പൻ നിലകൊള്ളുമ്പോൾ, അതെ, നമുക്കും അപ്പനോട് ഒന്ന് ചേരാം. യൂസേപ്പ് പിതാവേ, യൂസേപ്പ് പിതാവേ, നീതിമാനാകും പിതാവേ, സ്വർഗത്തിൽ നിന്നും താണിറങ്ങിയ ആ ദൈവസ്നേഹം നിന്റെ തിരുമാറിൽ ചേർന്ന് മയങ്ങിയില്ലേ? അതെ, നമുക്കും ആ അപ്പനെ പ്രകീർത്തിക്കാം. യൂസേപ്പ് പിതാവിൻ്റെ ഒരു ഗീതം കൂടി പാടി, ഒരു ഗാനം കൂടി പ്രകീർത്തിച്ച് ആ മഹനീയത നമുക്ക് കൊണ്ടാടാം. യൗസേപ്പ് പിതാവേ, നീതിമാനാകും പിതാവേ, സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻ തിരുമാറിൽ ചേർന്നുറങ്ങി. യൗസേപ്പ് പിതാവേ, യൗസേപ്പ് പിതാവേ, നീതിമാനാകും പിതാവേ, സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻ തിരുമാറിൽ ചേർന്നുറങ്ങി. സ്വർഗത്തിൽ നിന്നും താണിറങ്ങിയ ദൈവസ്നേഹം, ആ ദൈവം തന്നെ വിശുദ്ധ യൂസേപ്പ് പിതാവിൻ്റെ തിരുമാറിൽ ചേർന്നുറങ്ങി. ആ സ്നേഹത്തെ വാത്സല്യപൂർവ്വം തലോടി യൂസേപ്പ് പിതാവ് വളർത്തി. നമുക്കും വളരാം ഈ താതന്റെ കരങ്ങളിൽ. പുത്രനെ മടിയിലിരുത്തി എന്നും നന്മതൻ പാതേ നടത്തി.
പുലർത്തി. യൗസേപ്പിതാവേ, യൗസേപ്പിതാവേ, എന്നെയും നീ വളർത്തൂ. എന്നെന്നും കൈ പിടിക്കൂ. യൗസേപ്പിതാവേ, യൗസേപ്പിതാവേ, നീതിമാനാകും പിതാവേ, സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻ തിരുമാറിൽ ചേർന്നുറങ്ങി. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് എന്നും ദൈവഹിതത്തിൽ നീങ്ങിയവനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. നമ്മുടെ ജീവിതവും ആ അപ്പൻ കരം പിടിച്ച് നയിക്കും ഈശോയിലേക്ക്. ദൈവഹിതം ശ്രവിക്കുവാൻ, ദൈവഹിതത്തിൽ വളരുവാൻ നമുക്കും യോസേപ്പ് പിതാവിനെ സ്നേഹിക്കാം, വണങ്ങി പാടി പ്രകീർത്തിക്കാം. ദൈവസ്വരം നീ ശ്രവിച്ചു, എന്നും വിശ്വാസ വഴിയെ ചരിച്ചു. ദൈവസ്വരം നീ ശ്രവിച്ചു, എന്നും വിശ്വാസ വഴിയെ ചരിച്ചു. തച്ചനായി പണിശാല തന്നിൽ നീ അധ്വാന പാഠം രചിച്ചു. യൗസേപ്പിതാവേ, യൗസേപ്പിതാവേ, വിശ്വാസപാതയിലെന്നും എന്നെയും നീ നയിക്കൂ. യൗസേപ്പിതാവേ, യൗസേപ്പിതാവേ, നീതിമാനാകും പിതാവേ, സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻ തിരുമാറിൽ ചേർന്നുറങ്ങി. യൗസേപ്പിതാവേ, യൗസേപ്പിതാവേ, നീതിമാനാകും പിതാവേ, സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻ തിരുമാറിൽ ചേർന്നുറങ്ങി. അതേ പ്രിയരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അതെ, ജോസഫ് വളർത്തി. ഈശോയുടെ ജീവിതം മുഴുവൻ നന്മയുടെ, സത്യത്തിൻ്റെ, നീതിയുടെ ഉണർവായിരുന്നു. അവിടെയെല്ലാം ഒരു വളർത്തുഗുണത്തിൻ്റെ കയ്യൊപ്പ് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ നിഴലായി ഭൂമിയിൽ നിന്നവൻ, തിരുസഭയുടെ പാലകനായി അനുദിനം തിരുസഭയെ നയിക്കുന്നവൻ. അതെ, അനേക വിശേഷണങ്ങളാൽ വിശുദ്ധ യോസേപ്പ് പിതാവ് തിരുസഭയിൽ വാഴ്ത്തപ്പെടുന്നു. തിരുക്കുടുംബത്തിൻ്റെ പാലകൻ, തിരുസഭയുടെ പരിപാലകൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, നന്മരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ. അതേ പ്രിയരെ, ഈ കാലഘട്ടം നമുക്കറിയാം, തിരുസഭ ഏറെ വെല്ലുവിളികൾ നേരിടുമ്പോൾ തിരുസഭയുടെ പാലകനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ കരങ്ങളിൽ നമുക്കുള്ളതെല്ലാം സമർപ്പിക്കാം. അതുവഴി സ്വർഗത്തെ സ്വപ്നം കണ്ടുറങ്ങിയ ആ താതൻ നന്മയുടെ പാതയിൽ, നീതിയുടെ പാതയിൽ നമ്മളെയും വളർത്തും. ഒരുമയോടെ ഹൃദയം ചേർക്കാം, വിശ്വാസത്തോടെ കരങ്ങൾ കോർക്കാം. ഒന്ന് ചേർന്ന് ഈ അപ്പൻ്റെ കരങ്ങളിൽ ഈ തൊഴിലാളി ദിനത്തിൽ ആഗോള സഭയിലെ മുഴുവൻ തൊഴിലാളി മക്കളെയും ഒത്തിരി വിശ്വാസത്തോടെ, സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. തൊഴിലാളിയുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, നന്മയുടെയും നീതിയുടെയും നിർമ്മല സ്നേഹമേ, അങ്ങ് ഞങ്ങളെ നയിക്കുക, അങ്ങ് ഞങ്ങളെ ഭരിക്കുക, അങ്ങ് ഞങ്ങളെ വളർത്തുക. അതെ,
ജോസഫ് എന്ന പേരിനർത്ഥം വളർത്തുന്നവൻ എന്നാണ്. അതെ, ഈശോയുടെ ജീവിതം മുഴുവൻ ഈ നല്ല അപ്പൻ്റെ വളർത്തുഗുണം പ്രതിഫലിച്ചിരുന്നു. ആയതിനാൽ നമ്മുടെ കുടുംബങ്ങൾ ഉണരട്ടെ. യൗസേപ്പ് പിതാവിനോടുള്ള ആ സ്നേഹപ്രാർത്ഥനകളാൽ ഹൃദയം അലങ്കൃതമാകട്ടെ. പരിശുദ്ധ അമ്മയെന്ന തിരുസഭയുടെ രാജ്ഞിയോടൊപ്പം വിശുദ്ധ യൗസേപ്പ് പിതാവെന്ന തിരുസഭയുടെ പാലകനോട് ചേർന്നിന്നുകൊണ്ട് ഈശോ, മറിയം, യൗസേപ്പെ, തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കാവലായിരിക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്കും ഹൃദയം ചേർക്കാം, ജീവിതം ചേർക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. യൗസേപ്പ് പിതാവ് നമുക്ക് തണലായി നിൽക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ താങ്ങി തലോടട്ടെ. പ്രിയരെ, കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളിൽ ഉണ്ണീശോയെ യൗസേപ്പ് പിതാവ് പരിപാലിച്ച പരിപാലനയുടെ ആ നിഴല് നമ്മൾ വിചിന്തനമാക്കുകയായിരുന്നു. യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈശോയോട് പ്രാർത്ഥിക്കുകയും കൂടിയായിരുന്നു. നമുക്കറിയാം, അപ്പം തരുന്നവനാണ് അപ്പൻ. അങ്ങനെ ഏറെ വാത്സല്യത്തോടെ യേശുവിനെ വളർത്തി, യേശുവിന് നാമമിട്ട് നമുക്ക് രക്ഷകനായി ഈശോയെ ഒരുക്കിത്തന്നതിൽ യൗസേപ്പ് പിതാവിന് ഏറെ പങ്കുണ്ട്. നമുക്കും യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ കടന്നു പോകാം. മണ്ണിലും വിണ്ണിലും അധ്വാനത്തിലൂടെ, കരബലത്തിലൂടെ വിസ്മയം തീർക്കുന്നവരാണ് തൊഴിലാളികൾ. ഏറെ പ്രത്യേകിച്ച് ഈ തൊഴിലാളി ദിനത്തിൽ നമുക്ക് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. എല്ലാ തൊഴിലാളികൾക്കും നീതിപൂർവകമായിട്ടുള്ള പ്രതിഫലവും ആരോഗ്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം.